ഈ കാർഡിയോവാസ്കുലർ ഡിസീസില് മൂന്നാലെണ്ണം ഉണ്ട്. അത് കാർഡിയോ മീൻസ് ഹാർട്ട് എന്നാണ്. വാസ്കുലർ എന്ന വാക്കിനർത്ഥം ബ്ലഡ് വെസൽ ആണ്. കാർഡിയോവാസ്കുലർ എന്ന് പറയുന്ന ഡിസീസസ് എഫക്ട് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. അതാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? So these are the major cardiovascular diseases of the heart and circulation, including coronary heart disease, angina. Angina എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ എഫക്ട് ചെയ്യുന്ന പെയിൻ ആണ്. angina, heart attack, congenital heart disease, ജന്മന ഉണ്ടാവുന്ന ഹാർട്ട് ഡിസീസസ്, then stroke. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്ന് ബ്ലഡ് പ്രഷർ, hypertension. Blood pressure എന്ന് പറയുന്നത് what is blood pressure? Normally we have a blood pressure that is 80 to 150 pressure. ഇതാണ് നോർമൽ ആയിട്ട് പറയുന്നത്. ആ ഒരു പ്രഷറിന് മുകളിൽ 120 മുകളിലോട്ട് വരികയാണെങ്കിൽ we call it by the name hypertension. Hypertension തന്നെ പല കാറ്റഗറിയിൽ moderate hypertension, high hypertension എന്ന് പറയുന്ന പല കാറ്റഗറിയിൽ. Anyway, in the case of hypertension, the pressure of the blood will be above 120, and that is known by the hypertension എന്ന് പറയുന്നത്. അതായത് എന്താണ് പ്രഷർ? അതായത് നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് കൂടി ബ്ലഡ് ഒഴുകി പോകുമ്പോൾ സംസാരിക്കല്ലേ, ഒഴുകി പോകുമ്പോൾ ആ പ്രഷർ ആ ബ്ലഡ് കിഡ്നിയിൽ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യും. That force is applied by the circulating blood on the wall of the heart or on the wall of the vein. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷറിന്റെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. സിസ്റ്റോളിക് പ്രഷർ, ദാറ്റ് ഈസ് ഡയസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ വെൻട്രിക്കിൾസിൽ നിന്ന് പുറത്തോട്ട് പമ്പ് ചെയ്യുമ്പോൾ നിശ്ചിത എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ blood vessels in maximum pressure, and that pressure that happens during the contraction of the heart or during systole of the heart is known by the systolic pressure. Generally, prayer blood supply ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു ഗ്യാപ്പ് ആണ്. ആ സ്ഥലത്ത് റിലാക്സ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ആ റിലാക്സേഷൻ ടൈമില് ബ്ലഡ് വെസലിന് ഒരു ഫോഴ്സ് വരുന്നില്ല, കുറവായി. ആ സമയത്ത് ബ്ലഡിന്റെ പ്രഷറാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് ഡ്യൂറിംഗ് കോൺട്രാക്ഷൻ ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഹാപ്പൻസ് ഡ്യൂറിംഗ് റിലാക്സേഷൻ. ഇത് രണ്ട് ടൈപ്പ് ഓഫ് പ്രഷറാണ്. നമ്മുടെ 120/80. 120 is the systolic pressure and 80 is the diastolic pressure എന്ന് പറയുന്നത്. ഇനി പ്രഷർ എന്ന് പറയുന്നതിന് ഒത്തിരി അധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഒരാളുടെ ആക്ടിവിറ്റി, ഒരാളുടെ ഡിസീസ് സ്റ്റേറ്റ്സ്, എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ആ സമയത്ത്. അതാണ് ഡോക്ടർമാരൊക്കെ നമ്മൾ എപ്പോഴും പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുന്നത്. പ്രഷർ നോർമൽ ആണ്, പ്രഷർ അബ്നോർമൽ ആണെന്ന് വന്നു കഴിഞ്ഞാൽ there is something wrong with the physiological functioning of the body. Pressure is an indicator. പ്രഷർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അയാളുടെ ബോഡി ബോഡി ശരിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, ഡീവിയേഷൻസ് ഉണ്ടോ. Blood pressure that is allowed due to disease stage is called hypotension. ചിലപ്പോ ഈ 120 താഴോട്ട് പോകും, ചിലർക്ക് 110 ഉണ്ടാവും, 80 70 ഉണ്ടാവും, 60 വരെ വരും. അതെല്ലാം പ്രോബ്ലം ആണ്. നോർമൽ പ്രഷർ എന്ന് പറയുന്നത് 80, 120 അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു പ്രോബ്ലമാണ്. ഇതാണ് ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് the long term hypertension is a risk factor for many diseases including kidney failure, heart disease and stroke. മൂന്ന് രോഗങ്ങളാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ കൂടിയാൽ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ഹൈപ്പർ ടെൻഷൻ സൈലന്റ് കില്ലർ. പലർക്കും കിഡ്നി മാറ്റി വെക്കുന്നത് കിഡ്നി ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പലപ്പോഴും അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കുറെ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനാണ്.
കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ അത് കിഡ്നിയിൽ കാണുന്നത് പ്രധാനമായിട്ടും നെഫ്രോൺസ് ആണ്. കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസ് ആണ്. ഈ റീനൽ ട്യൂബ്യൂൾസിന് തുടക്കം എന്താണ്? ഒരു കോമൺ കാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കപ്പ് പോലത്തെ സംഭവത്തിലാണ്. അതിൽ നിന്നാണ് ഫിൽട്രേഷൻ തുടങ്ങുന്നത്. അപ്പോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഈ കോമൺ കാപ്സ്യൂൾ അല്ലെങ്കിൽ ഗ്ലോമറുലസിനെ വളരെ നേരിയ ബ്ലഡ് വെസൽസ് ആണ്, കാപ്പിലറീസ് ആണ്. അതിന് ഡാമേജ് സംഭവിക്കും. അതിന് ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡിന്റെ അളവിലും മൂന്നിലൊക്കെ വ്യത്യാസമുണ്ടാകും. അപ്പോ ആ രീതി അവിടെയാണ് ഇപ്പോ ഈ ബ്ലഡ് പ്രഷറിന്റെ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ. അപ്പോ ഈ കിഡ്നി ട്യൂബ്യൂൾസ് ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്കും കിഡ്നിയുടെ ഫിൽട്രേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പൊ ബോഡിയിൽ സ്പേസ് ആണ്. ഇതാണ് കിഡ്നി ഫെയിലിയറിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഇതിൽ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുക. അതാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. So that is the main cause. Kidney failure is a major problem. Then heart disease. ഈ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പ്രഷറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കൂടി കൂടി സപ്ലൈ ചെയ്യുന്ന ആ ഒരു വാട്ടറിന്റെ പ്രഷർ നോർമൽ പ്രഷറിന് മുകളിലാണെങ്കിൽ സംഭവിക്കും ഈ ടാങ്കിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് പറ്റു വെള്ളം വിരിക്കുക. അത് തന്നെയാണ് നമ്മുടെ ഹാർട്ടിൽ സംഭവിക്കുന്നത്. പ്രഷർ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഹാർട്ടിന്റെ ബാലൻസിൽ താങ്ങാൻ പറ്റുന്നതിന് മുകളിലാണെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹൈ പ്രഷർ വന്നു കഴിയുന്നത്. Then another problem is stroke. സ്ട്രോക്കിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ സ്ട്രോക്കിലേക്ക് വരുന്നുണ്ട്. എന്താണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്? Then long term often goes undetected because of infrequent ഇപ്പൊ ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് പ്രഷർ ചെക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രഷർ ചെക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പ്രഷർ ഉണ്ടെന്ന് പോലും ഒരു ഇൻഡിക്കേഷനും ഉണ്ടാവില്ല, യാതൊരുവിധ സിംറ്റംസും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ടും പ്രഷർ ചെക്ക് ചെയ്യും. ഒരു 10-40 വയസ്സെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പോയി BP കൊളസ്ട്രോളും ചെക്ക് ചെയ്യും. അത് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതിന്റെ എന്തെങ്കിലും BPയും കൊളസ്ട്രോളും കൂടുതലാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനുള്ള പ്രിക്യൂഷൻസ് എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രിക്യൂഷൻസ് എക്സർസൈസും കൺട്രോളും തന്നെയാണ്. അങ്ങിക്കുണ്ടായ സാധനം വലിക്കുകയും പ്രത്യേകിച്ച് ഫാറ്റ് അടങ്ങിയിട്ടുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്ലാൻ ഫാറ്റ് ആയാലും കൂടെ അനിമൽ ഫാറ്റ് ആയാലും കൂടെ അത് അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊളസ്ട്രോൾ ആയിട്ട് വരും. ആ കൊളസ്ട്രോൾ വന്ന് അതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ബ്ലഡ് പ്രഷറിന് കാരണമാണ്. കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒന്നുണ്ടെങ്കിൽ മറ്റൊരു കൂടിയില്ല. ഇങ്ങനെയാണ് ഒരു രോഗം ഇതെല്ലാം ഒരുമിച്ച് വരും. Then now we go to the second type, that is the hypertension is a primary risk factor for cardiovascular disease, stroke, heart attack, heart failure, aneurysm. Aneurysm എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ എന്താണ് റിതം തെറ്റിപ്പോവുക എന്നുള്ളതാണ് aneurysm എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ the current guidelines recommend that all people including those with hypertension engage in at least 150 minutes of moderate intensity എയറോബിക് എക്സർസൈസ്. അതായത് ഒരു ആഴ്ചയിൽ 150 മിനിറ്റെങ്കിലും നല്ല കഠിനമായ എക്സർസൈസിൽ നമ്മൾ ഏർപ്പെടും. 150 മിനിറ്റ്സ് മോഡറേറ്റ് നന്നായിട്ട് നടക്കുക, മോഡറേറ്റ് ഇന്റൻസിറ്റി ഉള്ള എക്സർസൈസിൽ ഏർപ്പെടുക. അതല്ലെങ്കിൽ 75 മിനിറ്റ്സ് ഓഫ് ഹൈ ഇന്റൻസിറ്റി ജോഗിങ്, അതൊക്കെ ഹൈ ഇന്റൻസിറ്റി ഉള്ള എക്സർസൈസ്, ഡാൻസിങ്. ഒന്നുകിൽ 150 മിനിറ്റ് മോഡറേറ്റ് ഇന്റൻസിറ്റി ഇപ്പോൾ നടക്കുക, റിസ്ക് വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മോഡറേറ്റ് ഇന്റൻസിറ്റി കുറെ നേരം നടന്നിരിക്കുന്നത് വേർത്തൊക്കെ വരും. അപ്പൊ ഒരാഴ്ചയിൽ മിനിമം 150 മിനിറ്റ് വേണം. എന്നുവെച്ചാൽ ഡെയിലി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആവശ്യം. അത് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസം പറ്റില്ലെങ്കിൽ മറ്റുള്ള ദിവസം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഒരാഴ്ചയിൽ മിനിമം 150 മിനിറ്റ് നടന്നിരിക്കണമെന്നാണ് ഇത് പറയുന്നത്. അതല്ലെങ്കിൽ കുറച്ച് ഹൈ ഇന്റൻസിറ്റി എക്സർസൈസ് ചെയ്താലും മതി. Then avoiding or learning to manage stress can help a person. അത് മറ്റൊരു പ്രശ്നമാണ്. ചിലരെ സംബന്ധിച്ച് സ്ട്രെസ് വലിയൊരു പ്രശ്നമാണ്.
അപ്പോ സാധാരണ ഒരു ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത് അതിന്റെ പല കാരണങ്ങളും ഉണ്ടാവും. ഇതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ചിലർക്ക് മാത്രം കൃത്യമായി മെഡിക്കൽ സയൻസിൽ പറയാൻ ഓരോരുത്തരുടെ ബോഡിയിലെ അത് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. കാരണം ഇന്ന് ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോയാൽ നമുക്ക് മെഡിസിൻസ് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറിന് എടുക്കുന്ന മെഡിസിൻസിന് എപ്പോഴും ഒരു മെഡിസിനും 100% സൈഡ് എഫക്ട്സ് ഇല്ലാത്തതല്ല. അത് ഏത് സിസ്റ്റത്തിന്റെ ആരോഗ്യത്താലും ആയുർവേദം എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് ഹോമിയോപതിക്കാര് പറയുന്നത് സൈഡ് എഫക്ട് അതൊന്നും ശരിയല്ല. എല്ലാ മെഡിസിനും ഏത് സിസ്റ്റമും മെഡിസിൻ ആണ്. അലോപ്പതിയിലെ കൃത്യമായി സൈഡ് എഫക്ട്സ് എന്നുള്ളത് കേൾവിക്കാണ്. ആയുർവേദത്തിന്റെയും ഹോമിയോപതിന്റെയും കൃത്യമായി റിസർച്ച് സൈഡ് എഫക്ട്സ് അത്രയുള്ള എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ. അപ്പോ ഈ ബ്ലഡ് പ്രഷറിന്റെ കേസിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് മെഡിസിൻസ് അതിന്റെ കാലുവേദനയ്ക്ക് ഉണ്ടാകും. എന്റെ അടുത്ത് ഒരാൾ അതും വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അപ്പൊ ഏറ്റവും നല്ല മാർഗം പീരിയോഡിക്കായിട്ട് മോണിറ്റർ ചെയ്യാം, തുടക്കത്തിനെ ചികിത്സിക്കുക. തുടക്കത്തിലധികം ചികിത്സയൊന്നും വേണ്ട. കുറച്ച് എക്സസൈസും കൺട്രോളും പുറത്തു കഴിഞ്ഞാല് വളരെ നോർമലി ഒരാൾക്ക് എത്തില്ല എന്ന് കഴിക്കാൻ പറയാം. ഇവരൊക്കെ പ്രായത്തിൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ അത് 2 ഗ്രാമിന്റെ എന്തുമാത്രം കുറയ്ക്കണം അത് തന്നെ. അപ്പൊ പരമാവധി ചിലരൊക്കെ ചോറ് കഴിക്കുന്നത് അത്രയ്ക്ക് അങ്ങനെ കഴിയണം. ചിലർക്ക് പ്രശ്നം ഉണ്ടാവും, മനസ്സിലായോ? അപ്പൊ അവര് വളരെ അങ്ങനെ ചികിത്സിക്കുന്നത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. Then these are the some measures for controlling blood pressure. ഇനി അടുത്തതിലേക്ക് നമുക്ക് വരാം. ആർട്ടീരിയോസ്ക്ലിറോസിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നത്. എന്താണ് ആർട്ടീരിയോസ്ക്ലിറോസിസ്? It occurs when the blood vessel from your heart to the rest of the body becomes thick and stiff. അതായത് ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന് സംഭവിക്കുന്നത്. സാധാരണ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പക്ഷെ ഈ ബ്ലഡ് വെസലിനുള്ളില് എന്താണ് ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന്റെ എലാസ്റ്റിക് നേച്ചർ അധികം ബെൻഡ് ചെയ്യാനോ അധികം എക്സ്പാൻഡ് ചെയ്യാനോ എല്ലാവരും വളരെ റിജിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോകുന്ന പോലെ വളരെ സോഫ്റ്റ്നെസ് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന വാക്കിനർത്ഥം ഹാർഡനിങ് എന്നാണ് മീനിങ്. ഹാർഡനിങ് ഓഫ് ആർട്ടറീസ് എന്താണ് ആ ടേം ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ്. പിന്നെ ആർട്ടറീസ് ഹാർഡൻ ആയി കഴിയുമ്പോൾ സംഭവിക്കും സ്വാഭാവികമായും ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കണമെങ്കിൽ ആർട്ടറി ഭാഗങ്ങൾ ഫ്ലെക്സിബിളാണ്. ഇവിടെ ബ്ലഡ് ഒഴുകി പോകുമ്പോൾ ബ്ലഡിന് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. ആർട്ടറി ആ ഒരു എക്സ്പാൻഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൽ അത് നോക്കി ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾ കാണുക. ഫസ്റ്റ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് പിക്ചറിൽ നോക്കിയേ, ഇതാണ് നോർമൽ കേസ്. ഇതിൽ കൂടി ബ്ലഡ് പോകുമ്പോ വലിയൊരു ഡയമീറ്ററിൽ കൂടി ആ ബ്ലഡ് കടന്നു പോകും. ആ ഡയമീറ്റർ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ചെറിയൊരു ഡയമീറ്റർ കൂടി കടന്നു പോകും. അപ്പൊ അതിൽ കൂടി പുറത്തോട്ട് വരുന്ന ബ്ലഡ് വളരെയധികം ഫോഴ്സിലായിരിക്കും, വളരെയധികം പ്രഷറിലായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി ഇൻക്രീസ് ദ പ്രഷർ ഓഫ് ദ ബ്ലഡ്. അപ്പൊ ആർട്ടീരിയോസ്ക്ലിറോസിസ് ആണ് പലപ്പോഴും ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത്. ബ്ലഡ് പ്രഷർ കാരണവും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോ ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്താണെന്ന് നോക്കാം. ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞത് കൊളസ്ട്രോൾ കൊണ്ടാണ്. അതിന് മറ്റൊരു ഒരെണ്ണം കൂടി ഉപയോഗിക്കാറുണ്ട്, അത്തീറോസ്ക്ലിറോസിസ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. Atherosclerosis refers to buildup of fat, cholesterol and other substance
which can restrict blood flow. അത് ചിലവർ അതീറോസ്ക്ലിറോസിസും ചിലവർ ആർട്ടീരിയോസ്ക്ലിറോസിസും എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യാറുണ്ട്. അപ്പൊ അതീറോസ്ക്ലിറോസിസ് പ്രധാനമായിട്ടും ബിൽഡിംഗ് അപ്പ് ഓഫ് ഫാറ്റ്, കൊളസ്ട്രോൾ ഓർ അതർ സബ്സ്റ്റൻസ് ഇൻസൈഡ്. പക്ഷെ അവരുടെ കേസിൽ ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ദ സ്റ്റിഫനിങ് ഓഫ് ദ ആർട്ടറീസ് ആണ്. ആർട്ടറീസ് സ്റ്റിഫൻഡ് ആവുകയാണെങ്കിൽ, തിക്ക് ആവുകയാണെങ്കിൽ അതിനെ ആർട്ടീരിയോസ്ക്ലിറോസിസും, കൊളസ്ട്രോൾ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അതീറോസ്ക്ലിറോസിസം എന്നും വിളിക്കാറുണ്ട്. ഇത് രണ്ടും കൂടി പലപ്പോഴും ഒരുമിച്ചാണ് വരാറുള്ളത്. ആർട്ടീരിയോസ്ക്ലിറോസിസും അതീറോസ്ക്ലിറോസിസും ഒക്കെ ഒരുമിച്ചാണ് വരുന്നത്. ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇത് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു കൊളസ്ട്രോള് ചിലപ്പോൾ അവിടെ നിന്ന് വിട്ടുപോയിട്ട് അത് ബ്ലഡ് വെസലിൽ ഒഴുകി നടക്കും. ബ്ലഡ് വെസലിന് ഉള്ളിക്കൂടി ആ ഒരു ക്ലോട്ട് അതിന് ഒഴുകി നടക്കും. അത് പിന്നെ വേറെ എവിടെയെങ്കിലും ചെന്ന് അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് അത് ബ്ലോക്ക് ഉണ്ടാകും. ചിലപ്പോൾ ഇവിടെ ഒരു വലിയ ബ്ലഡ് വെസലിൽ നിന്നാണ് വിട്ടുപോയിരിക്കുന്നത്, അത് ഒഴുകി ചെന്ന് വളരെ നേരിയൊരു ബ്ലഡ് വെസലിൽ അവിടെ സ്റ്റക്കായി. അപ്പൊ ആ നേരിയ ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ആ നേരിയ ബ്ലഡ് വെസലിൽ താഴെയുള്ള ഭാഗത്ത് ചേർത്തുള്ള ഭാഗത്ത് ഇങ്ങനെയാണ് ഈ പലപ്പോഴും ഈ സ്ട്രോക്കും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ആർട്ടീരിയോസ്ക്ലിറോസിന്റെ കേസ് ഇതാണ്. ആർട്ടീരിയോസ്ക്ലിറോസിന്റെ കേസിൽ ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ് ആണ് അതിന് കാരണമായിട്ട് വരുന്നത്. കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ ആണ്. ഇനി അടുത്തത് നോക്കുക, സ്ട്രോക്ക് ആണ്. സ്ട്രോക്കിൽ എന്താ, ആർട്ടീരിയോസ്ക്ലിറോസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സഡൻ ഇന്ററപ്ഷൻ ഇൻ ദ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലോട്ട് വരുന്ന ബ്ലഡ് സപ്ലൈ പെട്ടെന്ന് കുറഞ്ഞു. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ എനർജി ആവശ്യം, എനർജി ഓക്സിജൻ ആവശ്യമുള്ള ഇത് നേരത്തെങ്കിലും ബ്രെയിനിലേക്ക് ഓക്സിജൻ അപ്പോ ഏതെങ്കിലും സഡൻ ഇന്ററാക്ഷൻ ഇൻ ദ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ബ്രെയിൻ, അത് ഏതെങ്കിലും ബ്രെയിനിലോട്ട് ഇപ്പോ ആദ്യത്തെ നേരത്തെ ഞാൻ പറഞ്ഞൊരു ക്ലോട്ട് അവിടെ പൊട്ടിപ്പോയി, അത് ബ്രെയിനിലോട്ട് പോകുന്ന ബ്ലഡ് വെസലിൽ വന്ന് ബ്രെയിനിന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബ്ലഡ് വെസലില് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസലിൽ സപ്ലൈ ചെയ്യുന്ന പാർട്ട് ബ്രെയിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ, അപ്പൊ അത് ആ പാർട്ട് ബ്രെയിൻ സ്റ്റോപ്പ് ആയിട്ട് അത് കുറെ നേരത്തേക്ക് ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ബ്ലഡ് സപ്ലൈ നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും റിക്കവറി ചാൻസ് കൂടുതലാണ്. ഇമീഡിയറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയൊരു ശതമാനം പാർട്ണർ ബ്രെയിൻ ഡെറ്റായി പോയി. പിന്നെ അത് ചിലപ്പോ ഈ ന്യൂറൽ സെൽസിന് എന്തെങ്കിലും കപ്പാസിറ്റി റീജനറേറ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി, ചിലപ്പോൾ അത് റീജനറേറ്റ് ചെയ്യുമ്പോൾ പെർമനന്റ് ആയിട്ട് ആക്സിസ് സംഭവിക്കും. അപ്പോ most strokes are caused by abrupt blockage of arteries leading to brain. അതിനെയാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സഡൻ അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു ഒഴുകി നടക്കുന്ന ഫ്ലോട്ട് ബ്ലോക്കാക്കി പറ്റാൻ വളരെ സഡൻ ആയിട്ടുണ്ടാവും. That is known as ischemic stroke എന്ന് പറയുന്നത്. Then മറ്റൊരെണ്ണമാണ് the other strokes are caused by bleeding into the brain tissue when a blood vessel bursts. ചിലപ്പോൾ എന്ത് സംഭവിക്കും, വളരെ നേരിയ ഒരു ബ്ലഡ് വെസലിൽ ഒരു ക്ലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് താഴെയുള്ള ഭാഗത്ത് ബ്ലഡ് വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. കുറെ അധികം കെട്ടിക്കിടന്ന് ആ ബ്ലഡ് വെസൽ പൊട്ടി കഴിയുമ്പോൾ ആ ബ്ലഡ് നേരെ ബ്രെയിൻ ടിഷ്യൂസ് കൊടുത്താൽ ആ ബ്ലഡില് ബ്രെയിൻ ബ്ലഡ് വന്ന് ബ്രെയിൻ ടിഷ്യൂസ് ആ മറ്റു ബ്ലഡ് സെൽസിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം. അതിനെയാണ് നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതർ കോസ് ആർ ബ്ലീഡിംഗ് ഇൻ ടു ദ ബ്രെയിൻ ടിഷ്യൂ. ബ്രെയിൻ ടിഷ്യൂവിന്റെ അകത്ത് ബ്ലീഡിംഗ് വന്നാൽ that is comparing hemorrhagic stroke എന്ന് പറയുന്നത്. That is a second type of stroke എന്ന് പറയുന്നത്. Because strokes occur rapidly and requires immediate treatment, stroke is also called brain attack. ആ രീതിയിലും ഈ അടുത്ത ലാസ്റ്റ് സെന്റൻസ് നോക്കിയാൽ സ്ട്രോക്ക് സിംപ്റ്റംസ് ഓഫ് സ്ട്രോക്ക് ലാസ്റ്റ് ഓൺലി എ ഷോർട്ട് ടൈം. ഒരു മണിക്കൂറിൽ താഴെയാണെങ്കിൽ അതിനെ ട്രാൻസിയന്റ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്, മിനി സ്ട്രോക്ക് എന്ന് പറയുന്നത്. കുറച്ച് നേരത്തേക്ക് മാത്രമേ ഒരു മണിക്കൂറിൽ താഴെ നിൽക്കുന്നെങ്കിൽ മിനി സ്ട്രോക്ക് എന്നുള്ള വാക്കാണ്. ഇനി അടുത്തത്
The effect of the stroke depend on which part of the brain is injured and how severely it is injured. അതായത് ചിലപ്പോൾ നിങ്ങൾ സ്ട്രോക്ക് വന്നിട്ട് ആളുകൾ തളർന്നു പോയിട്ടുണ്ടാവും അല്ലേ? തളർന്നു പോയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അവർ പറയും അവരെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെയും പറ്റില്ല. കാരണം സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് രീതിയിലുള്ള സ്ട്രോക്ക് ഇപ്പൊ അതുള്ള ഈ സ്ട്രോക്കാണ് സാധാരണ കാണാറ്. ഈ സ്ട്രോക്കിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് അത് സപ്ലൈ ചെയ്യുന്ന പാർട്ട് ഓഫ് ദ ബ്രെയിനിലേക്ക് ഓക്സിജൻ കിട്ടാതെ അത് തെറ്റായി പോകും. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ന്യൂറൽ ടിഷ്യൂലും പരിധി വരെ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ആ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊണ്ടാണ് ബ്രെയിൻ ടിഷ്യൂസ് തെറ്റായി പോയ ബ്രെയിൻ ടിഷ്യൂസ് കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ ഒക്കെ കഴിയുമ്പോൾ സ്ലോവില് റിക്കവറി ചെയ്യും. അങ്ങനെ റിക്കവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് റിക്കവറി പോസിബിൾ ആണെങ്കിൽ അത് അവർ എല്ലാ ഭാഗത്തും കാലും കൈയൊക്കെ തളർന്നു വരും. ഒരു ഹാഫ് സൈഡ് ഓഫ് ദ ബോഡി കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആയിരിക്കും. അത് ചിലപ്പോൾ ഫുള്ളായിരിക്കും. ഒരു വർഷമൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ പകുതി വർഷത്തിൽ അതൊക്കെ സ്ലോ റീജനറേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോ ഇതാണ് ഏത് പാർട്ടാണ് ബ്രെയിനിന്റെ എഫക്ട് ചെയ്യപ്പെടുന്നത് ആ രീതിയിലാണ് അത് അതിന്റെ കൂടുതൽ ഡാമേജ് സംഭവിക്കുക. ഓൾ ബോഡിക്ക് തന്നെ കാണുന്നു. ചിലപ്പോൾ കൈ മാത്രമായിട്ട് ചിലപ്പോൾ കാലും കൈയും മാത്രമായിട്ട് ചിലപ്പോൾ വളർച്ചയുണ്ടാവും. ആ ഒരു എന്താണ് കാലിനെയോ കൈയിലെയോ മാത്രം കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ഓഫ് ബ്രെയിനിന് മാത്രമേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കാലും കൈയും മാത്രം ബാക്കിയെല്ലാം മാത്രമേ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലാണ് സ്ട്രോക്ക് മേ കോസ് സഡൻ വീക്ക്നെസ്, ലോസ് ഓഫ് സെൻസേഷൻ, difficulty with speaking, seeing or എന്താണ് സ്ട്രോക്കിന്റെ സിംപ്റ്റംസ് പെട്ടെന്നാണ് ചിലപ്പോൾ വരുന്നത്. ഇതിന്റെ പ്രോബ്ലംസ് ഒന്നും കാണാതെ അത്ര രീതിയിലാണ് അത് വരുന്നത്. ഇതിന്റെ സിംപ്റ്റംസ് ഇതാണ്: difficulty with speaking, seeing or walk. ഇതെല്ലാം സംഭവിക്കുകയാണെങ്കിൽ that is a sign that the person may have a stroke. Since different parts of the brain control different areas and function, it is usually the area immediately surrounding the stroke that is affected. എവിടെയാണ് ബ്ലഡിന്റെ ബ്ലോക്ക് വന്നത്, എവിടെയാണ് ബ്ലഡിന്റെ ലീക്ക് വന്നത്, ആ ഭാഗമായിരിക്കും കൂടുതൽ ഡാമേജ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ബ്രെയിൻ സർജറി ചെയ്യും. ഇത് മാത്രമല്ല ബ്രെയിൻ ഹെമറേജിലൊക്കെയാണ് ഇമ്മീഡിയറ്റ് ബ്രെയിൻ സർജറി ചെയ്യും. ഇത് മാത്രമേ അത് സാധിക്കൂ. അതേസമയം ഇസ്കീമിക് സ്ട്രോക്കിലാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രോട്ടീനെ ഡിസോൾവ് ചെയ്യുന്ന ചില ഇൻജെക്ഷൻസ് അത് സപ്ലൈ ചെയ്ത് ചിലപ്പോൾ കൂടുതൽ ഡിസോൾവ് ചെയ്യും. ആ രീതിയിൽ സ്ട്രോക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ബ്രെയിൻ സർജറി തന്നെ ചെയ്ത് അത് ആ ഒരു ഡാമേജിന് ബ്ലഡ് വെസലിനെ അപ്പൊ രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ് കൺസീവ്. Sometimes people with the stroke have headache, but stroke can also be completely painless. കണ്ടോ, ചിലപ്പോൾ തലവേദന ഉണ്ടാവും, ചിലപ്പോൾ ഒരു സിംറ്റംസ് ഉണ്ടാവുന്നില്ല. It is important to recognize warning signs of stroke and get immediate medical attention if they are. അത് immediate ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ആശുപത്രിയിൽ ദയവെടുക്കുക, ആശുപത്രിക്കാരെ സോ ഇത്രയാണ് സ്ട്രോക്കിനെ കുറിച്ചുള്ളത്. അതുപോലെ നിങ്ങളെ ഈ ഇന്നത്തെ കാലത്ത് എന്ത് ജോലി കിട്ടിയാലും 10-15 വയസ്സ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ 25 വയസ്സ് 30 വയസ്സിൽ വലിയ പ്രശ്നങ്ങൾ ആദ്യം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അത് പ്രധാനപ്പെട്ട 5-6 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം നിങ്ങൾ 5 ലക്ഷത്തിൽ ഇൻഷുറൻസ് 5 ലക്ഷം വരെ കവറേജ് ചെയ്തിരുന്നത് അതൊന്നല്ല. 5 ലക്ഷത്തിൽ ഇൻഷുറൻസ് ഒരു 3 ലക്ഷം 4 ലക്ഷം ചെറിയ പ്രായത്തിൽ ഇൻഷുറൻസ് ഒരു 30-25 വയസ്സിലെ എല്ലാ വർഷവും കുഴപ്പമൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് ഞാനെല്ലാവരും ഒരു 10 ലക്ഷത്തിന് $1,85,000 5 വർഷം കൊണ്ട് ഞാൻ
അത് ആവാവുന്ന ഏതെങ്കിലും നല്ല കമ്പനിക്ക് ഈ നാഷണൽ കമ്പനികളൊക്കെ അതൊന്നും കാര്യമില്ല നല്ല കമ്പനികൾ ഇതൊരു ആവശ്യമാണ്. ചില സ്റ്റാഫ് പറഞ്ഞത് ചില പ്രഗ്നൻസിക്ക് വേണ്ടി കൊടുക്കുന്നതിലും പഴയ പോലെ 50,000 നോർമൽ പ്രഗ്നൻസി വളരെ എക്സ്പെൻസീവ് ആണെന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പറയാം. കാരണം മെഡിക്കൽ ബിസിനസ് അതിന്റെ എന്തൊക്കെ പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത് ബിസിനസ് പീപ്പിളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റോക്കിന്റെ വീട്ടിൽ ഒരാൾ വന്നാൽ the most common type of stock is ഞാൻ നേരത്തെ പറഞ്ഞു ഇഷീമിക് സ്റ്റോക്ക് ആണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. ഇഷീമിക് സ്റ്റോക്കില് സംസാരിക്കാറില്ല. അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സർജറി പറ്റും. Intracerebral hemorrhage is a type of stroke caused by sudden rupture of artery. എവിടെയെങ്കിലും പൊട്ടിപ്പോകും. നേരത്തെ പറഞ്ഞതാണ് intracerebral hemorrhage stroke. The blood is released into brain tissue, brain compressing the brain structure. Then subarachnoid hemorrhage is a type of stroke caused by sudden rupture of artery. Differs from intracerebral hemorrhage in the location of rupture leads to blood filling the space around the brain rather than inside. രണ്ട് രീതിയിലാണ്. അത് ബ്രെയിനിന് പുറമേയുള്ള ഭാഗത്താണ് സബ് സ്പേസ് മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ സബ് അരക്കണോയിഡ് സ്പേസിന്റെ ഭാഗത്ത് ഹെമറേജ് സംഭവിക്കുന്നില്ല. അതിനാണ് സബ് അരക്കണോയിഡ് ഹെമറേജ്. രണ്ടും ഹെമറേജ് പ്രോബ്ലം തന്നെയാണ്. ഇത് ബ്രെയിൻ അകത്തുള്ള ഏരിയയിലാണ് നടക്കുന്നത്. ബ്രെയിൻ പുറമേയുള്ള ഭാഗത്താണ്. രണ്ടും ഏകദേശം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാവുന്നത് തന്നെയാണ്. ഇത്രയാണ് ബ്രെയിനിന്റെ ഇതിന്റെ അകത്ത് കേസുള്ളത്. ഇനി ഇപ്പൊ ഇത്രയാണ് സ്ട്രോക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 3 ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ഉണ്ട്. ദെൻ മറ്റൊന്ന് പറഞ്ഞത് ആർട്ടീരിയോസ്ക്ലിറോസിസ്, ദെൻ ബ്ലഡ് പ്രഷർ.